Hi friends, welcome back to Casting for Malayalam. ഇന്ത്യൻസിനെ റിഫൈൻമെൻറ്റ് പഠിപ്പിച്ച വണ്ടി അതാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഇന്ത്യയിൽ ഫോർ വീലേഴ്സിൻ്റെ ഒരു വിപ്ലവം തുടങ്ങിയത് 1900-ങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. 1800-കളുടെ അവസാന കാലഘട്ടത്തിൽ സ്റ്റീം കാസും സ്റ്റീം എഞ്ചിൻ്റെ കാസും അങ്ങനെ പല ടൈപ്പ് കാസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം 1956 വരെയൊക്കെ കുറേ ഇമ്പോർട്ടഡ് കാർസും പല കൺട്രിയിൽ നിന്ന് ഈ കാറുകൾ ഇമ്പോർട്ട് ചെയ്ത് ആളുകൾ യൂസ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ 1956-ൽ ഇന്ത്യയുടെ ലോക്കലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പ്രൊഡക്ട്സിനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇമ്പോർട്ടിങ് എന്നുള്ള കാര്യത്തിനുപരി മാനുഫാക്ചറിങ് കുറച്ചുകൂടെ കൂട്ടാനായിട്ട് തീരുമാനിച്ചു. അതുകൊണ്ട് 1956-ന് ശേഷം കുറേ ഇന്ത്യൻ ബ്രാൻഡ്സ് ഉടലെടുത്തു. ആദ്യം തന്നെ 1957-ൽ നമ്മുടെ അംബാസിഡർ, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസിഡർ ജനിച്ചു. അതിനുശേഷം നമ്മുടെ പ്രീമിയറിൻ്റെ പത്മിനി വന്നു, പിന്നെ മഹീന്ദ്രയുടെ ജീപ്പ് വന്നു. ഈ ഒരു കാലഘട്ടത്തിൽ കുറേ ഇന്ത്യൻ കാസ് രൂപം കൊണ്ടു. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ മാരുതി ഉദ്യോഗ് മണ്ഡൽ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ലീഡിങ്ങിൽ പല വാഹനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഒന്നും അങ്ങോട്ട് വർക്കൗട്ടായില്ല. പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു. അതിനൊക്കെ ശേഷം രാജീവ് ഗാന്ധി ആ ഒരു ദൗത്യം ഏറ്റെടുത്തു. പല ബ്രാൻഡ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. എങ്കിലും അവസാനം ആ കൊളാബറേഷനിൽ വന്നെത്തിയത് നമ്മുടെ മാരുതി സുസുക്കി എന്നുള്ളൊരു കൊളാബറേഷനിലാണ്. അങ്ങനെ മാരുതി സുസുക്കി ഇന്ത്യയിൽ ജനിക്കുകയും സുസുക്കിയുടെ SS80 എന്ന മോഡൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അതിന് മാരുതി 800 എന്ന പേര്. ഇതിനെ ഇന്ത്യക്കാർക്ക് റിഫൈൻമെൻറ്റ് പഠിപ്പിച്ച് തന്ന വണ്ടിയെന്നും ദ കാർ പുട്ട് ഇന്ത്യ ഓൺ വീൽസ് എന്നൊക്കെ പറയാനും കുറേ കാരണങ്ങളുണ്ട്. അതിന് മുന്നേ കാറുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ കാറിന് ഇത്ര പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് വന്ന ഇന്ത്യൻ മാനുഫാക്ചറേഴ്സിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസിഡറും പ്രീമിയർ പത്മിനി, മഹീന്ദ്രയുടെ ജീപ്പ്, ഇത്തരം വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അതിന് എഞ്ചിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് അധികം കൊടുക്കാൻ പറ്റിയിട്ടുള്ള വണ്ടികളല്ല. അല്ലെങ്കിൽ ഒരു റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആയിരുന്നു. അല്ലെങ്കിൽ മെയിൻ്റെനൻസ് നല്ല രീതിയിൽ ഉണ്ടായിരുന്ന വെഹിക്കിൾസ് ആയിരുന്നു. അധികം മെയിൻ്റെനൻസ് ഫ്രീ അല്ലായിരുന്നു. ഫ്യൂവൽ എഫിഷ്യൻസി കുറവുള്ള വെഹിക്കിൾസ് ആയിരുന്നു. കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള സ്റ്റിയറിങ്ങും അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഉള്ള വെഹിക്കിൾസ് ആയിരുന്നു. പിന്നെ നല്ല വെയിറ്റ് ഉള്ള വെഹിക്കിൾസ് ആയിരുന്നു. അത്തരത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പുതിയൊരു സെഗ്മെൻറ്റ് ഓഫ് വെഹിക്കിളായിരുന്നു ഈ ഒരു എറയോട് കൂടി സ്റ്റാർട്ടായത്. അതുകൊണ്ട് തന്നെ ആ ഒരു 1980s എറയുടെ തുടക്കത്തിൽ വന്ന ഈ വെഹിക്കിളിന് അത്രയ്ക്ക് ആളുകൾക്ക് പ്രിയമായിരുന്നു. ഈ വണ്ടിയുടെ ബുക്കിംഗ് സ്റ്റാർട്ടായപ്പോൾ തന്നെ 1 lakh+ ഒക്കെ ബുക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അത്ര പ്രിയമായിരുന്നു ആളുകൾക്ക് എടുക്കാനായിട്ട്. ഇത് പറയുന്ന പോലെ എളുപ്പത്തിൽ ഇപ്പം വണ്ടി ബുക്ക് ചെയ്തിട്ട് കിട്ടുന്ന പോലെ ഒന്നും ബുക്ക് ചെയ്താൽ കിട്ടില്ലായിരുന്നു. മാസങ്ങളും വർഷങ്ങളും ഒക്കെ വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു ഈ ഒരു വണ്ടിക്കുള്ളത്. അതുകൊണ്ട് തുടങ്ങിയ സമയത്ത് ലോട്ട് ഇട്ടൊക്കെ ആയിരുന്നു ഇതിൻ്റെ കസ്റ്റമേഴ്സിന് ഡെലിവറി കൊടുത്തുകൊണ്ടിരുന്നത്. ആ ലോട്ടറി അടിക്കുന്ന പോലെ ആണ് കാശ് കൊടുത്ത് വണ്ടികൾ ആളുകൾ മേടിച്ചുകൊണ്ടിരുന്നത്. അതാണ് അത്രയ്ക്ക് ഡിമാൻഡായിരുന്നു ഈ ഒരു വെഹിക്കിളിന്. നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ എഞ്ചിൻ്റെ കാര്യമായിരുന്നു. എത്ര റിഫൈൻമെൻറ്റ് ഉള്ള ഒരു എഞ്ചിൻ ആയതുകൊണ്ടാണ് ഇത്ര ആളുകൾക്ക് പ്രിയമായതെന്ന്. ഒരു 796 ക്യൂബിക് കപ്പാസിറ്റി ഉള്ള 39 HP പവറുള്ള 59 Nm ഓഫ് ടോർക്കുമുള്ള ഒരു എഞ്ചിനായിരുന്നു അന്ന് വന്നിരുന്നത്. പിന്നീട് ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നപ്പോൾ 37 HP പവറൊക്കെ ആയിട്ട് കുറഞ്ഞു. അങ്ങനെ ആ ഒരു പവർ ഫിഗേഴ്സ് അല്ല ഇതിൽ എടുത്ത് പറയാനുള്ളത്. അതിൻ്റെ ഒരു റിഫൈൻമെൻ്റ് ആണ്. ഏറ്റവും 3 സിലിണ്ടർ എഞ്ചിനാണ് വന്നിരുന്നത്. അതിൻ്റെ ഒരു റിഫൈൻമെൻറ്റിലാണ് ഏറ്റവും ആളുകൾ ഫ്ലാറ്റ് ആയതെന്ന് തന്നെ പറയാം. 2000-ന് ശേഷമാണ് ഇതിന് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വരുന്നത്. MPFI അതിന് ശേഷമാണ്. അതിന് മുന്നേ കാർബറേറ്റർ ആയിരുന്നു. 2000-ന് MPFI വന്നതിന് ശേഷം ആണ് ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയത്. അത് 39 HP എന്നുള്ളത് 37 HP-ലോട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ വൈബ്രേഷൻസ് അല്ലെങ്കിൽ നോയ്സ്, എഞ്ചിൻ നോയ്സ് കുറച്ചുകൂടെ കുറഞ്ഞു. വണ്ടിയുടെ റിഫൈൻമെൻറ്റ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി. ഓൾറെഡി ഇമ്പ്രൂവ്ഡ് ആയിരുന്നു, അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി ഉള്ളതിനെക്കാട്ടിലും. അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ 2000-ന് ശേഷം വന്നു. 4 സ്പീഡ് ആയിരുന്നു അതിന് മുന്നേ, 5 സ്പീഡ് കൂടി ആയിട്ടുണ്ടെന്നുള്ളതാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നതിന് ശേഷമുള്ള വന്ന മാറ്റങ്ങൾ. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ 2001 മോഡൽ മാരുതി 800 ആണ്. ഇതിന് മുന്നേ ഉള്ള വണ്ടികളുടെ കാര്യമാണ് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നെങ്കിലും ഈ ഒരു വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ ന്യൂജൻ ആകും. കാരണം 2000-നൊക്കെ ശേഷം കുറേ ന്യൂജൻ കാസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനോടൊക്കെ പിടിച്ചിരിക്കാനായിട്ട് കുറേ വ്യത്യാസങ്ങൾ മാരുതി 800-ൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതിൻ്റെ വേറൊരു എവല്യൂഷൻ കൂടി പറയാം. 1983-ലാണ് ഇതിൻ്റെ SS80 എന്നുള്ളൊരു വേരിയൻ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അതിനുശേഷം 1986-ൽ വെറും 3 വർഷത്തിന് ശേഷം SS80 എന്നുള്ളത് SB308 എന്നുള്ള പുതിയ ബോഡി കോഡിലാണ് പിന്നീടുള്ള മാരുതി സുസുക്കി 800 എന്ന വണ്ടി അറിയപ്പെട്ടിരുന്നത്. അതൊരു 2000 വരെ, ഏകദേശം ഒരു 2000 ഇയറിന് അടുപ്പിച്ച് വരെ ആ ഒരു സെയിം ബോഡി കോഡിലാണ് വന്നിരുന്നത്. 4 സ്പീഡ് ഗിയർ ബോക്സ് മാത്രമാണ് ഈ ഒരു SB308 അല്ലെങ്കിൽ മാരുതി സുസുക്കി 800-ൽ അത്രയും കാലം ഉണ്ടായിരുന്നത്. അതിനുശേഷം മാരുതി ആൾട്ടോ എന്നൊരു വാഹനം ഇറക്കണമെന്ന് മാരുതി സുസുക്കി തീരുമാനിച്ചു.
ആ ഒരു ആൾട്ടോ എന്നൊരു വാഹനത്തിന് പുതിയൊരു എൻജിൻ അല്ലെങ്കിൽ പുതിയൊരു ഗിയർ ബോക്സ് കൊടുക്കാനും കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താനും മാരുതി സുസുക്കി തീരുമാനിച്ചു. ആ ഒരു എൻജിനെ നേരെ എടുത്ത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള SB308 പ്ലേസ് ചെയ്തു. അങ്ങനെ 2000 മുതൽ SB308 ആൾട്ടോയുടെ എൻജിൻ വിത്ത് ഗിയർ ബോക്സിലാണ് മാരുതി 800 ഇറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നീട് മാരുതി ആൾട്ടോ അതിൻ്റെ കൂടെ തന്നെ ലോഞ്ച് ചെയ്തു. പക്ഷേ ആളുകൾ നോക്കിയപ്പം കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ ഓടിക്കാൻ കുറച്ചുകൂടെ പെപ്പി ആയിട്ടുള്ള എൻജിനും കുറച്ചുകൂടെ കംഫർട്ടും ഒക്കെ ഫീൽ ചെയ്യുന്നത് ഈ ഒരു 800 തന്നെയാണെന്ന് ആളുകൾക്ക് ഫീൽ ചെയ്തിട്ട് ആൾട്ടോയുടെ സെയിൽസ് നല്ലതായിട്ട് കുറയാൻ തുടങ്ങി. അതിനുശേഷം 2003 ആ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള SB308 ഡിസ്കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ നമ്മുടെ ഇന്ത്യൻസിനെ റിഫൈൻമെൻറ്റ് പഠിപ്പിച്ച നമ്മുടെ മാരുതി 800ൻ്റെ കുറച്ച് അന്നത്തെ കൂട്ടാളികൾ കോമ്പറ്റേറ്റേഴ്സിനെ അല്ല പറയുന്നത്. അന്ന് മാർക്കറ്റിലുണ്ടായിരുന്ന കുറച്ച് വണ്ടികളായിരുന്നു നമ്മുടെ സാൻഡ്രോയുടെ സിങ്ങിന് മുമ്പ് ഉണ്ടായിരുന്ന സിപ്പ് എന്നുള്ള വണ്ടി. അതിനുശേഷം ഇതിൻ്റെ ആൾട്ടോ പറയാം. പിന്നെ മാരുതിയുടെ സെൻ ഉണ്ടായിരുന്നു. അതിനുശേഷം മാരുതിയുടെ തന്നെ എസ്റ്റീം ഉണ്ടായിരുന്നു. പിന്നീട് ഫോർഡിൻ്റെ ഐക്കൺ ഉണ്ടായിരുന്നു. ഹോണ്ടയുടെ സിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ വാഹനങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം റിഫൈൻമെൻറ്റോടുകൂടി വന്ന വാഹനങ്ങളായതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഓൾഡ് ജനറേഷൻസിനെ ഇതെല്ലാം തുടച്ച് നീക്കി നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെയും ഫിയറ്റിൻ്റെയും ഒക്കെ പത്നീസും ഒക്കെ ആ ഒരു സ്ക്രീനിൽ നിന്നേ പോയി. കുറച്ച് വാഹനപ്രേമികൾ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു അംബാസഡർ പോകുന്നു. കുറച്ച് വാഹനപ്രേമികൾ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൗഡിയിലോ ആ ഒരു ഇമോഷൻസോ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കീപ്പ് ചെയ്യുന്ന വണ്ടികളായി മാറി അത്തരം വണ്ടികളൊക്കെ. പിന്നെ ഈ ഒരു എറയായിരുന്നു. ഇത്തരം വാഹനങ്ങളുടെ തന്നെ ഒരു ആറാട്ട് തന്നെയായിരുന്നു പിന്നീട് നടന്നത്. അന്നുണ്ടായിരുന്ന മറ്റൊരു വണ്ടിയായിരുന്നു നമ്മുടെ ഡേവുവിൻ്റെ മാറ്റിസ് എന്ന് പറയുന്നത്. അതിൽ ഈ സെയിം എൻജിനായിരുന്നു. അതായത് മാരുതി SS80യുടെ എൻജിനെ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ ഡേവു മാറ്റിസിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ലൈസൻസ്ഡ് എൻജിനായിരുന്നു അതിന് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 47,500 റുപ്പീസിലാണ് നമ്മുടെ മാരുതി 800 അന്ന് ലോഞ്ച് ആയിരുന്നത്. ഈ കിടക്കുന്ന 2001 മോഡൽ ഇത് വാങ്ങിയപ്പോൾ 2,50,000 എബോവ് പ്രൈസ് വരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതിൻ്റെ എൻജിൻ ഗിയർ ബോക്സ് എല്ലാം ചേഞ്ച് ചെയ്ത് പല പ്രൈസിങ്ങിൽ ഇത് മാർക്കറ്റ് അവൈലബിൾ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മോഡേൺ കാർ എന്ന് വിളിക്കാനായിട്ടുള്ള കുറച്ച് കാരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻ അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി, മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ, ഇതിൻ്റെ കംഫർട്ട്, അങ്ങനെ പല കാരണങ്ങളുടെ കൂടെ കുറച്ച് കാരണങ്ങളോടാണ് ഇതിനെ കൊടുത്തിരുന്ന ഫീച്ചേഴ്സ്. അതായത് ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ കാർ കൂടിയാണ് നമ്മുടെ മാരുതി 800 എന്ന് പറയുന്നത്. അതുമാത്രമല്ല എയർ കണ്ടീഷനിങ്, ഫാക്ടറി ബിൽഡ് എയർ കണ്ടീഷനിങ് കൊണ്ടുവരുന്നതും മാരുതി 800ലാണ്. അതിന് മുന്നേ അംബാസഡേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് പുറത്ത് കൊണ്ടുപോയി ചെയ്യിക്കണമായിരുന്നു. പക്ഷേ ഇത് ഫാക്ടറി ഫിറ്റഡ് ഡീലക്സ് മോഡലിൽ അവതരിപ്പിച്ചത്. പിന്നീട് ബെഞ്ച് സീറ്റ്സിൽ മാത്രം യാത്ര ചെയ്ത് ശീലമുണ്ടായിരുന്നവർക്ക് ബക്കറ്റ് സീറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇവരാണ് ഇന്ത്യൻ മാനുഫാക്ചറേഴ്സിൽ. അതുപോലെ 50-50 സ്പ്ലിറ്റ് സീറ്റ്സ് റിയറിൽ വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് അതനുസരിച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. എയർപോർട്ട്സിലൊക്കെ പോകുന്നവർക്ക് അന്ന് തൊട്ടേ ഈ ഒരു വാഹനത്തിൽ ആ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിരുന്നു. പിന്നീട് ഹെഡ് റെസ്റ്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരുന്നു. ഹാൻഡ് റെസ്റ്റുകൾ ഓപ്ഷൻസ് കൊടുത്തിരുന്നു. കപ്പ് ഹോൾഡേഴ്സ്, കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ, അങ്ങനെ അന്നത്തെ വണ്ടികൾ ആളുകൾക്ക് പരിചയമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഈ വണ്ടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റാർട്ടിങ്ങിലെ സൗണ്ട് കേൾക്കണ്ടേ? നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യാം. ബാക്കി ഡ്രൈവിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പം പവർ സ്റ്റിയറിങ്ങിൻ്റെ ഒരു കാര്യം എടുത്തു പറയുകയാണ്. അതായത് പവർ സ്റ്റിയറിംഗ് വന്നിട്ടില്ലാത്തൊരു വണ്ടിയാണ് നമ്മുടെ മാരുതി 800 എന്ന് പറയുന്നത്. എൻജിൻ സ്പെക്കിൽ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇത് 6 വാൽവ് ആയിരുന്നു, കാർബറേറ്റർ എൻജിനായിരുന്നപ്പോൾ 2000 MPFI കൊണ്ടുവന്നതിന് ശേഷം ഇത് 12 വാൽവ് ആക്കിയിട്ടുണ്ട്. ആ ഒരു 12 വാൽവ് ആക്കിയ സമയത്തായിരുന്നു നമ്മുടെ ആൾട്ടോ എൻജിൻ വെച്ച് 5 സ്പീഡ് ഗിയർ ബോക്സ് ആക്കിയ കാര്യം നമ്മൾ പറഞ്ഞത്. അങ്ങനെ 5 സ്പീഡ് ആക്കിയത് കൊണ്ട് തന്നെ ലോവർ RPMൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇതിന് ഫ്യൂൽ എഫിഷ്യൻസിയും വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. 20+ km/ലിറ്റർ ഫ്യൂൽ എഫിഷ്യൻസി ആയിരുന്നു ഇതിന് വണ്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി നോക്കുകയാണെങ്കിൽ 25 km/ലിറ്റർ ഒക്കെ കിട്ടുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞത്. അതിന് കിട്ടിയ വേറൊരു ബെനിഫിറ്റ് ഈ ഒരു കാര്യം, 5th ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 40 km/h സ്പീഡിൽ നിന്ന് മുകളിലോട്ട് മാക്സിമം സ്പീഡ് വരെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. 12 വാൽവ് വന്നുകൊണ്ടുകൂടിയുള്ള ഒരു വേറൊരു ബെനിഫിറ്റ് ആയിരുന്നു അത്. ലോ ആൻഡ് ടോർക്ക് നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോ എൻഡിൽ കിട്ടുന്ന ആ ഒരു ഗ്രണ്ടൊക്കെ നല്ല രീതിയിൽ ഡ്രൈവിങ്ങിനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്നതിലും ഉപരി ഒരു 150+ ഒക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായിരുന്നു നമ്മുടെ 800. അതായത് വണ്ടി ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ 37 bhp പവറിൽ നിന്ന് ഇപ്പോൾ ഈ വണ്ടി 47 bhp ആണ് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. ആ ഒരു പവറിൻ്റെ കാര്യം കൊണ്ട് തന്നെയാണ് ആൾട്ടോയിൽ നിന്ന് 800ലോട്ട് പോയതും 800ൻ്റെ 5 സ്പീഡ് അന്ന് സ്റ്റോപ്പ് ആകേണ്ടി വന്നതും.
ഈ ഒരു സംഭവം കിട്ടുന്ന 800-നെ എങ്ങനെ വേണ്ടാന്ന് പറയാൻ തോന്നും ആൾട്ടോയ്ക്ക് വേണ്ടിയിട്ട്. കാരണം കുറച്ചുകൂടെ കോമ്പാക്ട് സൈസ്, കുറച്ചുകൂടെ പെപ്പി ആയിട്ടുള്ള എൻജിൻ റെസ്പോൺസ്, വെയ്റ്റും അതനുസരിച്ച് കുറവ്. ആൾട്ടോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻറ്റീരിയർ സ്പേസ് ഓൾട്ടോയ്ക്കായിരുന്നു എന്ന് പറയാം. അതൊഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇതിനെ തന്നെ പ്രിയപ്പെടാനായിട്ടുള്ള കുറേ കാരണങ്ങളാണ് ഈ ഒരു വണ്ടിക്കുണ്ടായിരുന്നത്. പിന്നുള്ളത് ഇതിൻ്റെ ഒരു ലൈറ്റ് ഹാൻഡിലിംഗ്. ഈ ഒരു ലൈറ്റ് ഹാൻഡിലിംഗ് കാരണമാണ് ലേഡീസ് കൂടുതലും ഡ്രൈവിംഗ് രംഗത്തേക്ക് വരുന്നത് ഇത്തരം വണ്ടികൾ വന്നതിന് ശേഷമാണ്. കാരണം മറ്റുണ്ടായിരുന്ന കുറച്ച് ഹാർഡായിട്ടുള്ള നമ്മൾ പറഞ്ഞിരുന്ന വണ്ടികൾ ഓടിക്കാൻ കുറച്ച് പാടായിരുന്നു. പക്ഷേ ഇത് വന്നതിന് ശേഷം ലേഡീസും ഡ്രൈവിംഗ് രംഗത്തേക്ക് കയറുകയുണ്ടായി. പിന്നെ മെയിൻ ഒരു കാര്യമായിരുന്നു മെയിൻ്റനൻസിൻ്റെ കാര്യം. അതായത് അന്ന് നിലവിലുണ്ടായിരുന്ന മറ്റ് ഇന്ത്യൻ മാനുഫാക്ചറേഴ്സിൻ്റെ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിൻസ് ആയിരുന്നു കൂടുതലും. മെയിൻ്റനൻസ് അതിഭീകരമായിട്ടുള്ള മെയിൻ്റനൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. റെഗുലർ ആയിട്ടുള്ള എഞ്ചിൻ ഓയിൽ ചെക്സ്, അല്ലെങ്കിൽ കൂടുതൽ വൈബ്രേഷൻസ്, കുറേ വെയർ ആൻഡ് ടയേഴ്സ് സംഭവിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ശീലിച്ചിരുന്നു ഒരു വാഹന ഉടമകൾ. പക്ഷേ ഇത് വന്നപ്പം എൻറ്റയർലി ഡിഫറൻ്റായി, ആ ഒരു സീനെ മാറി. അതായത് മെയിൻ്റനൻസ് കോസ്റ്റും കുറഞ്ഞു, അതുമാത്രമല്ല മെയിൻ്റനൻസ് ഇൻ്റർവെൽസും കുറഞ്ഞു. ആ ഒരു കാര്യത്തിലും ഈ ഒരു വാഹനം പുതിയൊരു അനുഭവമാണ് വാഹന ഉപഭോക്താക്കൾക്ക് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ ഒരു ഡീസൽ വെർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വളരെ റെയറാണ്. ഒരു 1000cc ഡീസൽ എഞ്ചിനും മാരുതി 800 അവൈലബിൾ ഉണ്ടായിരുന്നു. ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഒരു 2 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉണ്ടായിരുന്നു. അതും അധികം കോമൺ അല്ലായിരുന്നു എന്ന് വേണേൽ പറയാം. കൂടുതലും ഡ്രൈവിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ഉപയോഗിക്കാനായിട്ടായിരുന്നു അത്തരം വാഹനങ്ങൾ കൂടുതലും ആളുകൾ മേടിച്ചിരുന്നത്. അങ്ങനെ ഒരു 2 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഈ 800 ഉണ്ടായിരുന്നു. പിന്നെ ഫ്യൂവൽ അടിക്കാൻ പമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കീ ഉരി കൊടുക്കണം, ഇപ്പോഴത്തെ താറിലൊക്കെ ഉള്ള പോലെ. ആയിക്കോ, നമ്മൾ പറഞ്ഞ പോലെ ഫാക്ടറി ഫിറ്റഡ് AC കൊണ്ടുവരുന്ന ആദ്യത്തെ വണ്ടിയായിരുന്നു. നോർമലി ഇപ്പോഴത്തെ കാണുന്ന പോലെ 4 AC വെൻസ് ഒന്നുമില്ല, 2 AC വെൻസ് സൈഡിലും. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയും റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതനുസരിച്ചുള്ള വെൻസ് മാറി മാറി വന്നിരുന്നു. അങ്ങനെ ഇത്ര മനോഹരമായിട്ട് വൈബ്രേഷനൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വണ്ടി ഇന്ത്യക്ക് കിട്ടി. അങ്ങനെ വലിയൊരു ജൈത്ര യാത്രയ്ക്ക് ശേഷം 2014 മാരുതി 800 എന്ന ഈ ഒരു വാഹനം ഡിസ്കണ്ടിന്യൂഡ് ആയി. അതിനുശേഷം ഈ സെയിം എൻജിൻ F8D എന്നുള്ളൊരു എൻജിൻ ഇപ്പോഴും കുറച്ച് നാൾക്ക് മുമ്പ് വരെയും നമ്മുടെ റോഡ്സിൽ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. നമ്മുടെ ആൾട്ടോ 800 അതിനും ഈ ഒരു എൻജിനായിരുന്നു. സെയിം എൻജിൻ ബ്ലോക്ക് ആയിരുന്നു. കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കാറ്റലിറ്റിക് കൺവേർട്ടറിൽ വ്യത്യാസങ്ങളുണ്ട്, കുറച്ച് വ്യത്യാസങ്ങളോടെ അതും ഉണ്ടായിരുന്നു. ഇപ്പം 800ഉം കഴിഞ്ഞ വർഷം ഡിസ്കണ്ടിന്യൂഡ് ആയി. നമ്മുടെ ഷോർട്സിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും 1983 SS80 തുടങ്ങിയ മാരുതി സുസുക്കി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കുക. എത്ര ഡിഫറെൻറ്റ് വേരിയൻറ്റ്സ് അല്ലെങ്കിൽ എത്ര സെഗ്മെൻറ്റ്സ് ഓഫ് കാർസ് ആണ് മാരുതി സുസുക്കിയുടെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ടോ നോക്കുക. എന്തുമാത്രം സക്സസ്ഫുൾ ആണ് അവർ എന്ന് നോക്കുക. കാരണം ഇപ്പോൾ പല കോമ്പറ്റീറ്റേഴ്സും വന്നിട്ടുണ്ടെങ്കിലും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ മോസ്റ്റ് സെല്ലിംഗ് കാറിൻ്റെ ലിസ്റ്റിൽ മാരുതി എന്തായാലും ഉണ്ടാവും. ടോപ്പ് 5-ൽ തന്നെ ഈ ഒരു ബ്രാൻഡിൻ്റെ കാറ് എന്തായാലും ഉണ്ടാവും. ഏതായാലും ഇന്ത്യക്കാർ റിഫൈൻമെൻറ്റ് പഠിപ്പിച്ച വാഹനത്തോട് ഇന്ത്യക്കാർ തിരിച്ചും കൂറ് പുലർത്തിയിട്ടുണ്ട്. 2.9 മില്യൺ മാരുതി 800 ആണ് ഇതുവരെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തത്. കുറച്ച് എക്സ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അത്രയും വണ്ടികൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു റെക്കോർഡ് തന്നെയായിരുന്നു ആ ഒരു കാലത്ത്. പക്ഷേ അതിനുശേഷം അത് ആൾട്ടോ ബ്രേക്ക് ചെയ്തു. 5 മില്യൺസ് ആൾട്ടോയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പ് ഇതായിരുന്നു ടോപ്പിൽ ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞ ലോട്ടിട്ട് എടുത്ത് കിട്ടിയ ആദ്യത്തെ വണ്ടി, ദ ഫസ്റ്റ് ഓണർ ഓഫ് SS80 അല്ലെങ്കിൽ ഫസ്റ്റ് ഓണർ ഓഫ് മാരുതി 800 ആയിട്ടുള്ള ഹർപാൽ സിംഗിൻ്റെ വണ്ടി മാരുതി സുസുക്കി തന്നെ വീണ്ടും തിരിച്ചെടുത്ത് ഇപ്പോൾ ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം. ഏതായാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥാനമാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. 39 വർഷത്തെ ആ ഒരു ജേണി അവസാനിപ്പിച്ച് 10 വർഷങ്ങൾക്ക് മുമ്പ് ഇത് നിർത്തിപ്പോയപ്പോഴും ഇന്നും ഇതിൻ്റെ ആരാധകരുണ്ട്. വണ്ടി സൂക്ഷിക്കുന്നവർ പൊന്നുപോലെ ഇതിനെ കൊണ്ടു നടക്കുന്നുണ്ട്. ഏതായാലും മാരുതി 800 അല്ലെങ്കിൽ ഒരു SS80 എന്ന ഇതിൻ്റെ ആക്സസറിനെ പറ്റി നമുക്ക് തന്നെ പറയാം. ഈ ഒരു വാഹനം ഉപയോഗിച്ചിട്ടുള്ളവർക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. എന്തായാലും ഇതിന് നല്ലൊരു ഗ്രൂപ്പും നല്ലൊരു ക്ലബ്ബും ഒക്കെ കാണും. പലർക്കും അതിൻ്റെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ കാണും. പലർക്കും ഇതിൻ്റെ പാർട്സ് സോഴ്സ് ചെയ്യാനും പല യൂസേഴ്സും ഉണ്ടാവും. ഏതായാലും അതൊക്കെ ഈ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. സോ വി ആർ വൈൻഡിങ് അപ്പ്. ഗുഡ് ബൈ.